ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് സാമൂഹ്യശാസ്ത്രത്തിലെ രണ്ടാം ഭാഗത്തിലെ 3-ാം അധ്യായമാണ് എടുക്കാൻ പോകുന്നത്. നാഷണൽ ഇൻകം, ദേശീയ വരുമാനം എന്നാണ് ഈ പാഠത്തിന്റെ പേര്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നാഷണൽ ഇൻകം ഷെയർ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ഹാസ് ഡിക്ലൈൻഡ്. ദേശീയ വരുമാനം അഗ്രികൾച്ചറിന്റെ ഷെയർ കുറഞ്ഞു. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഇന്നെവിറ്റബിൾ ഫോർ ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം. വ്യവസായ വളർച്ച ദേശീയ വരുമാനത്തിന് വളരെ അത്യാവശ്യമാണ്. നാഷണൽ ഇൻകം സർവീസ് സെക്ടർ കണ്ടിന്യൂസ് ടു ബി ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ. അതായത് സേവന സെക്ടർ വളരെ നല്ല രീതിയിലുള്ള സംഭാവന ചെയ്യുന്നുണ്ട്. Given above some news headlines related to national income. നമ്മൾ മുകളിൽ കണ്ടതൊക്കെ ദേശീയ വരുമാനത്തെക്കുറിച്ചുള്ള കുറച്ച് പത്രവാർത്തകളാണ്. നാഷണൽ ഇൻകം ഇൻഡിക്കേറ്റ്സ് ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് കൺട്രി. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ നമ്മളുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നമ്മോട് പറഞ്ഞു തരുന്ന ഒരു സംവിധാനമാണ്. എ ഹയർ നാഷണൽ ഇൻകം ഇംപ്ലൈസ് എക്കണോമിക്സ് പ്രോഗ്രസ് ഓഫ് ദ കൺട്രി. നല്ല ഉയർന്ന ദേശീയ വരുമാനം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം രാജ്യം പുരോഗതിയിലേക്കാണ് പോകുന്നത്. Let us analyze the detailed important concept related to national income and how it is calculated in India. നമുക്ക് ഈ പാഠഭാഗത്തിൽ എന്താണ് നാഷണൽ ഇൻകം എന്നും അതെങ്ങനെയാണ് കണക്കാക്കിയെന്നും നമുക്കൊന്ന് പരിചയപ്പെടാം. In the previous class we have learned about the national income of individual and families as well as the sources of their income. മുൻപാഠങ്ങളിൽ വ്യക്തിയുടെയും കുടുംബത്തിന്റെയും വരുമാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ്. The amount of income earned by a member of a family through different sources during an year is the annual income of that family. അതായത് എന്താ, the amount of income earned by member of family, ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഒരു കൊല്ലത്തിൽ ഒരു നിശ്ചിത കാലയളവ്, അതായത് ഒരു കൊല്ലത്തിൽ ജനുവരി മുതൽ ഫെബ്രുവരി വരെ ഡിസംബർ വരെയുള്ള 12 മാസങ്ങളിൽ ആ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനമാണ് ആ കുടുംബത്തിന്റെ ആനുവൽ ഇൻകം, വാർഷിക വരുമാനം എന്ന് പറയുന്നത്. Likewise, the total income received by a country in 1 year is its national income. അതുപോലെ തന്നെ ഒരു രാജ്യത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഒരു കൊല്ലത്തെ വരുമാനമാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഏൺഡ് ഫ്രം ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഇയർ. അതെങ്ങനെയാണ് നാഷണൽ ഇൻകം വരുന്നത്? പ്രൊഡക്ഷൻ, ഉൽപാദനത്തിലൂടെയും സാധന സേവനങ്ങളുടെയുമാണ്. ഡ്യൂറിങ് എ ഇയർ, അതായത് ഒരു നിശ്ചിത അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലയളവിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു രാജ്യത്തിന് ലഭിക്കുന്ന ഉൽപാദനവും സാധന സേവനവുമാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ദിസ് ഈസ് റിസീവ്ഡ് മെയിൻലി ഫ്രം 3 സെക്ടേഴ്സ്. ഇങ്ങനെയുള്ള പ്രൊഡക്ഷനും സാധന സേവനങ്ങളും 3 തരത്തിലാണ്, 3 വിഭാഗങ്ങളിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അവ അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ. ഇതാണ് ആ 3 വിഭാഗങ്ങൾ. Adding to the income from these 3 sectors we get national income. ഈ 3 വിഭാഗങ്ങളുടെയും ഇൻകത്തിനെ ആഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാഷണൽ ഇൻകം ലഭിക്കും. When we calculate the money value of goods and service produced in a country during a particular year, we get the national income of that country for that year. എന്താ, നമ്മൾ പണമൂല്യത്തെ, അതായത് ഓരോ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും, ഒരു രാജ്യം ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യങ്ങൾ ഒരു നിശ്ചിത കാലയളവിൽ കാൽക്കുലേറ്റ് ചെയ്താൽ അതാണ് ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം.
വൈ ഡു വി കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം? എന്തിനാണ് ഇങ്ങനെ നമ്മൾ കണക്കാക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നാഷണൽ ഇൻകം ഈസ് ഹെൽപ്ഫുൾ ഇൻ കാൽക്കുലേറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് എ കൺട്രി ആൻഡ് ടു കമ്പയർ ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ഡിഫറെന്റ് കൺട്രീസ്. നാഷണൽ ഇൻകം നമുക്ക് വളരെ സഹായകരമാണ്. എന്തിനാണ്? കാൽക്കുലേറ്റിംഗ് ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയെ കുറിച്ച് മനസ്സിലാക്കാനും മറ്റ് രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യാനുമാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ടേബിൾ കാണാം അല്ലെ? നാഷണൽ ഇൻകം ഓഫ് എ ഡിഫറെന്റ് കൺട്രീസ് അല്ലെ? ബില്യൺ ഡോളറിലാണ്. USA, ചൈന, ജപ്പാൻ, ജർമ്മനി അല്ലെ? ഇതിൽ നിന്ന് നമ്മുടെ താഴെ ചില ചോദ്യം ചോദിക്കുന്നു. ഫൈൻഡ് ഔട്ട് ദ കൺട്രീസ് ഇൻ വിച്ച് ഹാവ് ദ ഹയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് നാഷണൽ ഇൻകം. ഏറ്റവും കൂടുതൽ നാഷണൽ ഇൻകം ഉള്ള രാജ്യം ഏതാണ്? അതാണ് നമ്മുടെ USA അല്ലെ? 2010, 2020. ഏറ്റവും കുറവുള്ളതാണ് ബ്രസീൽ എന്നുള്ളത്. ഓക്കെ. Compared to 2013, which country have achieved growth? 2010 അപേക്ഷിച്ച് ഏതൊക്കെ രാജ്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്? എല്ലാ രാജ്യങ്ങളും മെച്ചപ്പെട്ടു അല്ലേ? ഇന്ത്യ എങ്ങനെയാണ്? 1875 ആയിരുന്നു, പിന്നെ 2051 ആയി, ഇപ്പൊ 2182 ആയി അല്ലേ? അപ്പോ ഓരോ രാജ്യവും അത് ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ട്, അത് മുൻ വർഷത്തേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാൽക്കുലേഷൻ നമ്മൾ. എന്നാൽ ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം 2010 2137 ആയിരുന്നു, പക്ഷെ 2014 അവര് താഴോട്ട് വന്നു അല്ലെ? ബ്രസീലും അതുപോലെ തന്നെ അല്ലെ? പക്ഷെ അതേസമയം ഇന്ത്യ 1800 നിന്ന് 2100 മുന്നേറി അല്ലെ? ഇവിടെ അതുപോലെ തന്നെ ജപ്പാന് സംഭവിച്ചത് അത് തന്നെയാണ്. എന്നാൽ ചൈന വളരെ മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഗുണം അല്ലെ? ഇനി നോക്കൂ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, രാജ്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാം, നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ കുറിച്ച് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മളൊരു പട്ടിക പഠിച്ചപ്പോൾ തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, വേറെ പല രാജ്യങ്ങളും പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കുറെ കോൺഫിഡൻസ് ഉണ്ട് അല്ലെ? വാട്ട് ആർ ദ അതർ ഒബ്ജക്റ്റീവ്? ടു അസസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് സെക്ടേഴ്സ് ഇൻ ദ എക്കോണമി. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട 3 സെക്ടേഴ്സിൽ ഏതൊക്കെ സെക്ടേഴ്സ് ആണ് നമുക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻ തരുന്നത്, മെച്ചം തരുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ടു സ്റ്റഡി ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ എക്കണോമി. നമ്മുടെ എക്കണോമി നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. ടു ഹെൽപ്പ് ദ ഗവൺമെന്റ് ഇൻ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ഡിഫറെന്റ് പ്രോജക്ട്സ്. അടുത്ത വർഷങ്ങളിൽ ഇനി എന്തെല്ലാം പദ്ധതികൾ ആവിഷ്കരിക്കണം അതിനെക്കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും നമുക്ക് ഈ സ്റ്റഡി, ഈ കാൽക്കുലേഷൻ നമ്മളെ സഹായിക്കും. To find out the limitation and advantage of economic activity like production, consumption and distribution. അതായത് നമ്മുടെ ഉൽപാദനം, ഉപഭോഗം, നമ്മൾ ഉപയോഗിക്കുന്നതിന്, ഡിസ്ട്രിബ്യൂഷൻ, വിതരണം, ഇതിലെന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടും ദേശീയ വരുമാനം നമ്മളെ സഹായിക്കുന്നു. ഇതൊക്കെയാണ് അതിന്റെ ലക്ഷ്യങ്ങൾ. ഇനി സം ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം. നമ്മളെ നാഷണൽ ഇൻകത്തിന്റെ ചില കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. We have discussed that national income is and the need for calculating it. നമ്മൾ എന്താണ് നാഷണൽ ഇൻകം എന്നും എന്തിനാണ് അത് എന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. Let's see few concepts like related to national income. നാഷണൽ ഇൻകത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കോൺസെപ്റ്റുകളെ കുറിച്ച് പരിചയപ്പെടാം. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, GNP എന്നാണ് പറയാം. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് is an important concept of national income. ദേശീയ വരുമാനത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് GNP എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കൺട്രി. ഒരു രാജ്യം ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതാണ്. എന്താണ് അന്തിമ സാധനം എന്ന് പറഞ്ഞാൽ? ദ പ്രൊഡക്റ്റ് ദാറ്റ് ആർ അവൈലബിൾ ഫോർ കൺസംപ്ഷൻ ആർ കോൾഡ് ദ ഫൈനൽ പ്രൊഡക്റ്റ്. അതായത് നമ്മളിപ്പോ ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ്, ഈ ബിസ്ക്കറ്റ് ആവുന്നതിന് മുമ്പ് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അവസാനം ബിസ്ക്കറ്റിന്റെ പാക്കറ്റായി അത് വാങ്ങി നമ്മൾ കഴിക്കുന്നു. ആ കഴിക്കുന്ന ആ സമയത്ത് അതിനെയാണ് എന്താ പറയുക, ഫൈനൽ ഗുഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എല്ലാ ഒരു രാജ്യത്ത് ഉത്പാദിപ്പിച്ച എല്ലാ ഫൈനൽ ഗുഡ്സിന്റെയും കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ്
GNP എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, we have manufactured shirt using materials such as cloth, thread and buttons. നമ്മൾ ഒരു ഷർട്ട് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടൊക്കെയാണ്? തുണി, നൂല്, ബട്ടൺ, ഈ 3 സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഷർട്ട് ഉണ്ടാക്കുന്നത്. ഹിയർ ദ ഷർട്ട് ഈസ് ദ ഫൈനൽ പ്രൊഡക്റ്റ് കൺസംഷൻ. എന്നാൽ ഇവിടെ ഷർട്ടാണ് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ദ മണി വാല്യൂ ഓഫ് ദ ഫൈനൽ പ്രൊഡക്ട്സ് ഈസ് ടേക്കൻ ഇൻടു അക്കൗണ്ട് ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അതായത് ഈ ഫൈനൽ ഗുഡിന്റെ മണി വാല്യൂ, പണമൂല്യമാണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിന്, ദേശീയ വരുമാനത്തിന്റെ, ദേശീയ ഉൽപ്പന്നത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. While calculating the money value of the shirt, the value of the raw materials such as button and clothes are included. അപ്പോൾ ഇതില് തുണിയുടെ കാശ് വേണം, നൂലിന്റെ കാശ് വേണം, അതുപോലെ തന്നെ ബട്ടൺസിന്റെ കാശ് വേണം. അങ്ങനെ ഇതിന്റെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വിലയാണ് ഇതിന്റെ ഫൈനൽ ഗുഡ്സിൽ ഉണ്ടാവുക. While calculating the money value, shirt, the value of raw materials, അതിന് വേണ്ട എല്ലാ റോ മെറ്റീരിയൽസും, ക്ലോത്ത്സിന്റെയും ബട്ടൺസിന്റെയും ഒക്കെ അതിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കും. Thus, the money value of final goods and service produced in gross national product. അങ്ങനെ അതായത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിൽ ഒരു രാജ്യത്ത് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മണി വാല്യൂവിനെയാണ് എന്ന് പറയാം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത് രാജ്യമുണ്ടാക്കിയ മൊത്തം അന്തിമ ഉൽപ്പന്നത്തിന്റെ പണമൂല്യത്തിനെയാണെന്ന് പറയാം ഗ്രോസ് നാഷണൽ ഇൻകം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. The GNP of a country is calculated in a particular finance. ഒരു നിശ്ചിത കാലയളവിലാണ് ഇത് നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഇന്ത്യയിൽ അത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇനി മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GDP എന്ന് പറയുന്നത്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കോൺസെപ്റ്റ് ഓഫ് national income to analyze the contribution of sector in an economy. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആശയമാണ്. ദേശീയ വരുമാനത്തെ സംബന്ധിച്ചിടത്തോളം വിവിധ സെക്ടറുകളെ കുറിച്ചുള്ള 3 സെക്ടറുകളുടെ കോൺട്രിബ്യൂഷനെ കുറിച്ച് വളരെ വിശദമായ ഒരു വിശകലനം നടത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരു കോൺസെപ്റ്റ് ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. The GDP of a country is the total money value of the final goods and service produced within the domestic territory during a financial. ഒരു രാജ്യത്തിന്റെ GDP എന്ന് പറഞ്ഞാൽ is the total money value, അതായത് ആ മൊത്തത്തിലുള്ള പണമൂല്യമാണ് of the final goods and service, അന്തിമ സാധന സേവനങ്ങളുടെ മൊത്തം പണമൂല്യം പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി, അതായത് ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും പണമൂല്യത്തിനെയാണ് GDP എന്ന് പറയുന്നത്. എന്നാൽ അതൊരു നിശ്ചിത കാലയളവിൽ കൂടി, സാമ്പത്തിക കാലയളവിൽ കൂടി ആണ്. The income of the people working abroad and the profit of the institution and firms operating abroad will not be included while calculating domestic product. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യക്കാരന്റെ കമ്പനി അല്ലെങ്കിൽ ഇന്ത്യയുടെ കമ്പനി വിദേശത്തുണ്ടെങ്കിൽ അത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യില്ല. ഇന്ത്യയുടെ അകത്ത് ഉള്ള എല്ലാവിധ സേവനങ്ങളെ കുറിച്ചുമുള്ള കാൽക്കുലേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇന്ത്യക്ക് പുറത്തുള്ള ഒരു പ്രോഫിറ്റും ഇൻസ്റ്റിറ്റ്യൂഷൻ ഫേംസ് ഓപ്പറേറ്റിംഗ് അബ്രോഡ് വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ് വൈൽ കാൽക്കുലേറ്റിംഗ്. അത് അവയൊന്നും ഇതിൽ ഉൾപ്പെടുത്തില്ല. ഫോർ എക്സാമ്പിൾ, സപ്പോസ് an Indian firms operate in America, the profit of the institution will be included in the gross domestic product of America but in the gross national product of India. ഇത് ഇന്ത്യയുടെ ഒരു കമ്പനി അമേരിക്കയിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ ആ കമ്പനിയുടെ ഇന്ത്യയിൽ അത് കാൽക്കുലേറ്റ് ചെയ്യില്ല, അമേരിക്കയിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ ഇന്ത്യയുടെ നേരത്തെ നമ്മൾ പറഞ്ഞ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ അത് കാൽക്കുലേറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞില്ലേ എല്ലാ പണമൂല്യത്തിലെയും. That is to say, while calculating the GDP of India,
such income will be excluded.